ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പം പലരുടെയും അവസ്ഥ ഞാൻ തുറന്നു പറയുക, നിങ്ങൾ ദൈവത്തെക്കാട്ടിലും സ്നേഹിച്ച മക്കൾ എന്ത് ചെയ്യേ? ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. ഒരു വാക്യം നമുക്ക് ആദ്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. ലെറ്റ്സ് ടേൺ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 13. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഷ്യൂർലി യു വിൽ ഡൈ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിലും നമ്മൾ മരിക്കുമല്ലോ. ശരീരത്തിലെ മരണമല്ല ഇവിടെ വിഷയം. ജഡത്തെയാണ് നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ മരിക്കും. അടുത്തത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ. ആത്മാവിനാൽ നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. For if you live according to the flesh, you will die. But if by the Spirit you put to death the deeds of the body, you will live. അവിടെ ഒരു പദം ശ്രദ്ധിക്കണം. You will die, you will live. നിങ്ങൾ മരിക്കും, നിങ്ങൾ ജീവിക്കും. അപ്പം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ജീവിക്കണോ മരിക്കണോ? ഇന്ന് ലോകത്ത് എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയാണ് ഈ പാടുപെടുന്നത്, അല്ലേ? പലരും പറയാറില്ല ജീവിക്കാൻ വേണ്ടിയല്ലേ ബ്രദറെ. അതെ, നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശരിക്കും ജീവിക്കണോ? ഒറ്റ വഴിയുള്ളൂ. എന്താണ്? മരിക്കണം. ഇവിടെ ഇതാണ് കോൺട്രാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയൊരു ഒരു കോൺട്രാസ്റ്റാണ്. അപ്സൈഡ് ഡൗൺ കിങ്ഡം എന്ന് പറയും. തലതിരിഞ്ഞ ഏർപ്പാടാണ് ശരിക്കും. അപ്പോസ്തലന്മാരെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. അതിൻ്റെ അർത്ഥം ഭൂലോകത്തെ ഇവരെങ്ങനെയാണ് കീഴ്മേൽ മറിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭൂലോകം ഓൾറെഡി കീഴ്മേൽ മറിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒന്നുകൂടെ മറിക്കുമ്പം നേരെയായി. എത്ര പേർക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് ചുറ്റും നോക്കിയേ, മൊത്തം തലതിരിഞ്ഞായിരിക്കുന്നതെന്നെ. അതിനെ നേരെ ആക്കണേ എന്ത് ചെയ്യണം? നമ്മൾ പോയി കീഴ്മേൽ മറിക്കണം. അപ്പോൾ ശരിയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ എങ്ങനെയാണ്? ജീവിക്കണോ മരിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻ ഡൈയിങ് യു ലിവ്. ഇൻ ഡൈയിങ് യു ലിവ്. മരിക്കുന്നതിലൂടെ നിങ്ങൾ ജീവിക്കുന്നു. പിന്നെ ഒരു തീരുമാനം എടുക്കണം. ഇപ്പോൾ നമ്മളിപ്പം അറിയാമല്ലോ, നമുക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്ന് മരിക്കുമെന്ന് കാണാൻ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, എനിക്ക് മരിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളീ കിടന്ന് ഓടുന്നത്. പക്ഷെ നമ്മളീ കിടന്ന് ഓടുന്ന ഈ ശരീരത്തെ ഒന്ന് ജീവിപ്പിച്ച് നിർത്താൻ എത്ര നാൾ ജീവിക്കുക? എന്നാലും മനുഷ്യനൊരു കണക്കില്ല, ഒരു ആയുസ് കഴിയുമ്പം പോവും. പക്ഷേ പ്രശ്നം, ഈ ശരീരം മരിച്ച മണ്ണി കൊണ്ട് കുഴിച്ചിട്ട് നല്ലൊരു അടക്കവും കിട്ടും, ശരി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. മനുഷ്യനെന്ന് പറഞ്ഞൊരു ശരീരം അല്ലല്ലോ, അവനൊരു ആത്മാവല്ലേ. ആ ആത്മാവ് എവിടെ ചെല്ലണം? നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കാണണം. അങ്ങനെയെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പം ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. യു ഹാവ് ടു പുട്ട് ടു ഡെത്ത്. എന്താണ്? ദ ഡീഡ്സ് ഓഫ് യുവർ ബോഡി. ഞാൻ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത് എന്തെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവണം. ഈ ശരീരം എനിക്ക് ദൈവം തന്നിരിക്കുമ്പോൾ ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്, ഇനി ഞാൻ എൻ്റേതല്ല, എന്നെ ഒരാൾ വില കൊടുത്ത് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ആര് വില കൊടുത്തോ അവനാണ് എൻ്റെ ഓണർ, അല്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ യൂസ് ചെയ്യുന്നത് ആസ് ഇഫ് ഐ എം ദി ഓണർ ഓഫ് മൈ ബോഡി. നോ. രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചോളം നിങ്ങളല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ. നിങ്ങളുടെ കയ്യിൽ ദൈവം നിങ്ങളെ വിശ്വസിച്ച് ശരീരം തന്നിരിക്കുക. അപ്പോൾ ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുതെന്നുള്ളത് തീരുമാനം നിങ്ങൾക്കെടുക്കാം. പക്ഷെ ഒരു കാര്യം, ഒരു ദിവസം ഉടയൻ വന്ന് എന്ത് ചെയ്യും? കണക്ക് ചോദിക്കും. ഞാൻ നിനക്കൊരു ശരീരം തന്നല്ലോ, നിന്നെ ഞാൻ ഇത്ര വർഷം ഞാൻ ഭൂമിയിൽ ആ ശരീരം തന്ന് ഞാൻ വിട്ടു, എന്നിട്ടിപ്പോൾ എന്താ തിരിച്ചു വന്ന് നിൽക്കുമ്പം കണക്കതാ, ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തു, അല്ലേ? നമ്മൾ 10 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു, 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. ഇതൊക്കെ നമുക്ക് കാണാപ്പാടോ, സൺഡേ സ്കൂളിലോട്ട് പഠിക്കുക. ഇനി എന്താ ഈ 5ഉം 2ഉം 1ഉം ഒക്കെ? വാട്ട്? അതൊന്ന് ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്തേ. എൻ്റെ ശരീരത്തിൻ്റെ കണക്ക് ദൈവം ചോദിച്ചാൽ നമ്മളെത്ര, പ്രത്യേകിച്ച് ഈ 5 കിട്ടിയവൻ 5ഉം കൂടെ എന്നൊക്കെ, 5 എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടെന്നർത്ഥം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ ആയുസ് തന്നിരിക്കും. അന്നേരം ചോദിക്കും, 80 വർഷം തന്നില്ലേ, എന്ത് ചെയ്തു? അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ 5 കിട്ടിയതിൻ്റെ എഫക്റ്റാണ്. അടുത്തയാൾ ഒരു 60 അങ്ങ് പോയി. അപ്പം പറയും, നിനക്ക് 2 തന്നില്ലേ,
വേറൊരാളൊരു 50 വയസ്സിന് മുമ്പേ പോയി. അപ്പോൾ എന്താണ്? ഒന്നേ ഉള്ളൂ. അപ്പം കുഴിച്ചിട്ടിരിക്കുന്നവരൊക്കെ ദയവ് ചെയ്ത് ഇന്ന് എന്ത് ചെയ്യണം? ഒന്ന് മാന്തി എടുക്കണം. എടുത്തിട്ട് കർത്താവേ, നീ എനിക്ക് തന്ന ശരീരം, നീ എനിക്ക് തന്ന ആയുസ്, ഇനി നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, കൃപകൾ, താലന്തുകൾ, ദൈവം തന്നിരിക്കുന്ന സ്വാധീനങ്ങൾ, അത് വളരെ പ്രധാനമാണ്. അത് ഇൻഫ്ലുവൻസസ് ദാറ്റ് ഗോഡ് ഹസ് ഗിവൺ യു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ 2 ആഴ്ച മുമ്പ് നമ്മളെ കമ്പൈൻ സർവീസിന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. മേ ബി യു ആർ ദ ഓൺലി ബിലീവർ സമ്മൺ വിൽ എവർ നോ ഇൻ ദിസ് ലൈഫ്. ഈ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരാൾക്ക് ആകെക്കൂടെ അറിയാവുന്ന ഒറ്റ വ്യക്തി നിങ്ങളായിരിക്കും. ബാക്കി ആരും അവർക്ക് വിശ്വാസത്തെ അറിയത്തില്ല. ഈ സോ കോൾ ക്രിസ്ത്യാനികളെ, നിങ്ങളെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് യേശുവിനെ അറിയാൻ ഏക വഴി. കാര്യം എന്താ? വേറെ ആർക്കും അവർക്കറിയത്തില്ല. അപ്പം ഇങ്ങനൊരു മാർഗം ഉണ്ടെന്നും, ഇങ്ങനൊരു യേശു ഉണ്ടെന്നും, ഇങ്ങനൊരു രക്ഷകനുണ്ടെന്നും, ഇങ്ങനൊരു നിത്യതയുണ്ടെന്നും അവരെ അറിയേണ്ടത് നിങ്ങൾ മുഖാന്തരം തന്നെയാണ്. എത്ര പേർക്കത് മനസ്സിലായി? അതെന്താണ് എൻ്റെ അർത്ഥം? ആ ആൾക്ക് ആളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു സ്വാധീനമുണ്ട്, അല്ലേ? ശരിയല്ലേ? യു ഹാവ് എൻ ഇൻഫ്ലുവൻസ്. ഇനി പറഞ്ഞ് അങ്ങനെ ഒരാളോടാണോ നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ളത്? അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ പേരോട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് സ്വാധീനമുണ്ട്. വി ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. ബട്ട് എൻ്റെ ചോദ്യം, ആർ യു ഡൂയിങ് ഇറ്റ്? ഇനി എന്തിനായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പലപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഒരാളെ നമ്മൾ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ചർച്ചകളിലൊക്കെ ഞാൻ കണ്ടുണ്ട്. ഇവിടെ അതില്ലാത്തതിനായിട്ട് സ്തോത്രം, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എന്താണെന്നറിയാമോ? പലപ്പോഴും ആൾക്കാരെ സ്വാധീനിക്കും. എന്തിനാ? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് ഇയാളെ തട്ടണം. പിന്നെ അടുത്ത പരിപാടി എന്താണ്? അല്ലേ? ഇങ്ങനൊരു അപ്പോൾ നോക്കി, അവരുടെ സ്വാധീനം എല്ലാം പിന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലേ? പക്ഷെ അതൊന്നും അല്ല പ്രിയപ്പെട്ടവർ. നിങ്ങളെടുത്തൊരു ജോലിക്ക് ദൈവം ആക്കി. എന്തിനാണ് ദൈവം അവിടെ ജോലിക്ക് ആക്കിയത്? അവിടെ ഉള്ളവരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളൊരു സാക്ഷിയായിട്ട് അവിടെ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും ദൈവസ്നേഹം നിങ്ങളിലൂടെ അവരിലേക്ക് യു ആർ ഓൺലി കോൺട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ചാനൽസാണ്. എന്താണ്? അതിലൂടെ ദൈവസ്നേഹം അവരിലേക്ക് ചെല്ലും. അവരിങ്ങോട്ടൊന്ന് ചോദിക്കും, ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു, അല്ലേ? വിൽ യു പ്രേ ഫോർ മീ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്നും എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളോടൊരാൾ വന്നൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഇന്നലെ ഒരു പ്രായമുള്ള മാതാവിനെ പറ്റി മക്കൾ പറഞ്ഞൊരു സാക്ഷ്യം ഞങ്ങളെ വളരെ തൊട്ടു. ഞങ്ങളുടെ അമ്മ വീട്ടിൽ ഇരിക്കുമ്പോൾ പലരും കയറ്റി വന്നിട്ട്, എന്താ ഇവിടുത്തെ അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കുമോ, അതിനു വേണ്ടിയാണ് വന്നേ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടോ? എവിടെ? നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി വരുന്നുണ്ടോ? ബൈ ദ വേ, ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന പഴയ ഞങ്ങൾക്കറിയാം, പണ്ടൊന്നുമില്ലെങ്കിലും കൃത്യമായിട്ടും ചിലർ വരുമായിരുന്നു. ആരാന്നറിയാമോ? ഗേറ്റ് തുറന്ന് അകത്ത് മുറ്റത്ത് നിന്നിട്ട്, അമ്മാ വെല്ലം തരണേ. ഇപ്പം ആ വിളി കേൾക്കാൻ കൊതിയാവുന്നു, സത്യം. കാരണം അത് ദരിദ്രരെല്ലാം ഇപ്പം ഇല്ലല്ലോ. കാരണം പിച്ചക്കാരെല്ലാം എവിടെ പോയി? ആരുമില്ല. കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ ഈ തിരുവനന്തപുരത്ത് വളർന്നപ്പോൾ ഈ വിളി കേട്ടാണ് വളർന്നത്. ഞാൻ കേട്ട 2 വിളി, ഒന്ന് മുറ്റത്ത് നിന്നും ഭിക്ഷക്കാരുടെ വിളിയും, പിന്നെ നന്നങ്കോട്ട് താമസിച്ചുകൊണ്ട് മൃഗശാലയിലെ രാവിലെ സിംഹങ്ങളുടെ ഒരു ഗർജനം. അത് കേട്ടാണ് ഞാനൊക്കെ ഉണർന്നത്, അല്ലേ? ഒരു കാലത്ത് സത്യം പറഞ്ഞാൽ അത് കേട്ടാണ് ഞാനൊക്കെ ഉണർന്നത്, ഇല്ലേ? ഇപ്പം തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിലെ വാങ്കുവിളി കേട്ടാണ് ഉണരുന്നത്, സത്യം പറയണമല്ല. കാരണം മൃഗശാലയിൽ നിന്ന് ഒത്തിരി ദൂരെ മാറിയ ഇപ്പം താമസിക്കുന്നത്. ഞാനീ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സ്വാധീനമുള്ള ചിലരെ നിങ്ങളുടെ വലയത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ അയൽവക്കങ്ങൾ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ പഠിക്കുന്നിടത്ത്, അല്ലേ? പക്ഷേ അവരെ സ്വാധീനിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്വാധീനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലാത്ത കാര്യത്തിനൊക്കെ നമ്മൾ ഈ സ്വാധീനങ്ങൾ ഉപയോഗിക്കുമല്ലോ. ബട്ട് ഡു യു ഡു ഇറ്റ് ഫോർ ദ റൈറ്റ് പർപ്പസ്? ശരിയായ ഉദ്ദേശത്തിനായിട്ട് നിങ്ങളത് ഉപയോഗിക്കുമോ ഇല്ലയോ? എനിക്കൊരു ഡെൻറ്റിസ്റ്റിനെ അറിയാം. ഇവിടെ ഒത്തിരി ഡെൻറ്റിസ്റ്റുമാരുണ്ട്, അങ്ങനെ ആവരുത് കേട്ടോ. പക്ഷേ ആ ഒരു സ്പിരിറ്റിന് വേണ്ടി ഞാൻ പറയാം. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നൊരു പഴയ ഡെൻറ്റിസ്റ്റുണ്ട്. അദ്ദേഹത്തെ എനിക്ക് ചിലർക്കൊക്കെ അറിയാം, പഴയ ആൾക്കാർക്ക്. അന്ന് വിശ്വാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേ പോകത്തുള്ളൂ. ഞാനും പോയിട്ടുണ്ട്, എൻ്റെ പപ്പായും മമ്മിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആദ്യം വന്ന് പല്ലെടുക്കാൻ വന്നല്ലേ, ശരി, കുത്തിവയ്ക്കും. എന്തിനാണ്? മരവിപ്പിക്കാൻ. എന്നിട്ട് പുള്ളി അങ്ങോട്ട് സുവിശേഷം തുടങ്ങും. ഈ സുവിശേഷം പറഞ്ഞതിൻ്റെ മരവിപ്പ് പോവും. പലവട്ടം ഒന്നിലധികം പ്രാവശ്യം കുത്തിവെച്ചിട്ടാണ് പല്ലെടുക്കുന്നത്. അതിന് നമുക്ക് എൻ്റെ പൊന്നു ഡോക്ടറെ ഒന്ന് പല്ലെടുത്ത് വിടും. ഇനി പുള്ളി വിടത്തില്ല.
പക്ഷെ അതൊരു പുള്ളിയുടെ ആ ഒരു സ്പിരിറ്റായിരുന്നു. എന്താണ്? ആരെ കിട്ടിയാലും എന്തു ചെയ്യും? സുവിശേഷം പറയും. ചോദിച്ചോട്ടെ, ഡെൻറ്റിസ്റ്റുമാർ ഇവിടെ ഒരു 4 ഡെൻ്റൽ ക്ലിനിക് ഉള്ളവർ തന്നെ ഈ ചർച്ചയുണ്ട്. അതുകൊണ്ട് പാസ്റ്റർക്ക് കോളാണ്, നിങ്ങളാരും പൈസ വാങ്ങിക്കത്തില്ല. അങ്ങനെ നല്ല കാര്യം. അവിടെ ഒരു ചെറിയ ചമ്മലുമായിട്ട് വരിക ഇപ്പം. കാര്യം എങ്ങനെ അവിടെ പോകുന്നത്? അവരാണെങ്കിൽ പൈസയും മേടിക്കത്തില്ല, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ പാസ്റ്റർക്ക് മാത്രമേ ഇതുള്ളേ, വേറെ ആരും ചെന്നിട്ട്. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറയുന്നത് കേട്ടു, ഇവിടെ ഒത്തിരി ഡെൻറ്റിസ്റ്റുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് സോറി നിങ്ങളൊക്കെ കാശ് കൊടുക്കണം, ഇല്ലേ? അപ്പം ഞാനീ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഏതിലേ പോയാലും പുള്ളി എന്തു ചെയ്യും? യേശുവിനെ അവതരിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അതാരാണെന്നൊന്നും പുള്ളി നോക്കത്തില്ല. പല VIP ഓടെ വരുമായിരുന്നു. പക്ഷേ പുള്ളിക്ക് അതൊന്നും പ്രശ്നമില്ല. എൻ്റെ യേശുവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താതെ വിടത്തില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയട്ടെ, ടെൽ ദ ഗോസ്പൽ ടു എവ്രി വൺ. ഇഫ് ഓൺലി നെസസറി യൂസ് വേർഡ്സ്. എന്താണ്? നിങ്ങളെല്ലാവരോടും സുവിശേഷം പറയണം. ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ പ്രശ്നം എന്താ? വാക്കുകളേ ഉള്ളൂ. ജീവിതം കൊണ്ട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റുന്നില്ല, അല്ലേ? നിങ്ങൾ ട്രാക്റ്റും കൊണ്ടാണ് ഓട്ടോയിൽ കയറിയത്. ഓട്ടോക്കാരൻ എന്ത് ചെയ്തു? അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോണ്ടിയിട്ട് ട്രാക്റ്റ് കൊടുത്തു. ശരി, അവൻ വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇവിടെ വന്ന് കാശിന് കൊടുത്തപ്പോൾ 2 രൂപയ്ക്ക് വേണ്ടി അവനെ ചീത്തയും വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ ട്രാക്റ്റ് കൊടുത്ത്, നിങ്ങൾ കൊടുത്ത ട്രാക്റ്റിൻ്റെ എഫക്റ്റ് മാത്രമല്ല, ഇനി അവൻ്റെ ആയുസ് ആരൊക്കെ അവന് ട്രാക്റ്റ് കൊടുത്താലും അത് ഏക്കാൻ പോകുന്നില്ല. കാര്യം അത്ര നല്ലൊരു ഇൻഫ്ലുവൻസ് നിങ്ങൾ ഉണ്ടാക്കി. 2 രൂപ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തിട്ട് പോവുമോ? അതുമില്ല. ആ 2 രൂപയ്ക്ക് അവിടെ നിന്ന് ചീത്ത വിളിക്കുക. അവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ കൊടുത്ത ട്രാക്റ്റ് കൊടുത്ത് അവൻ എറിഞ്ഞു വെച്ചാണ് അവൻ പോയത്. ശരിയല്ലേ? ചിലരെങ്കിലും ദൈവരാജ്യത്തോട് അടുക്കാതിരിക്കാൻ തടസ്സമായത് എൻ്റെ നിങ്ങളുടെ ജീവിതമാണെങ്കിൽ അതും ഒന്ന് പരിശോധിക്കുന്ന കൊള്ളാം. വി നീഡ് ടു കറക്റ്റ് അവർ സെൽസ്. കർത്താവേ, ഞാൻ കാരണം. യേശു ഒരിക്കൽ പറയും, നിങ്ങളോട്ട് കടക്കത്തുമില്ല, കടക്കുന്നവരോട്ട് കടക്കാൻ സമ്മതിക്കത്തുമില്ല. സത്യവാ. ഞാൻ നിമിത്തം ആരെങ്കിലും കടക്കാതെ അവർക്ക് വഴി തടഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നുവെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണേപ്പാ. ഞാൻ അവരെ കൊണ്ടുവരുവാൻ നിൻ്റെ സന്നിധിയിൽ എന്നെ സഹായിക്കണമേ. ഇതൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കേണ്ടി പ്രിയപ്പെട്ടവരെ. അടുത്തത് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 38-39 വാക്യം. മാത്യു ചാപ്റ്റർ 10, 38 and 39. മത്തായി 10-ന്റെ 38-39. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പം ദൈവത്തിന് നമ്മൾ യോഗ്യരാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ക്രൂശ് എടുക്കണം. ആരുടെ ക്രൂശ്? യേശുവിൻ്റെ അല്ല. യേശുവിൻ്റെ എടുക്കണ്ട. യേശു ഒരിക്കലായിട്ട് എടുത്തു. അതെടുക്കാൻ വേറെ ആർക്കും ഒരു ഭാഗ്യം ഉണ്ടായാലും യേശുവിൻ്റെ കൂടെ അല്പനേരം ഒന്ന് ചുമന്നു കൊടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായ ഒരു മനുഷ്യനുണ്ട്, അല്ലേ? അദ്ദേഹത്തിന് അത് ഈ ഭൂമി വെച്ച് തന്നെ അദ്ദേഹത്തെ ദൈവം മാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മക്കളെയൊക്കെ പ്രസിദ്ധരാക്കി, കർത്താവിൽ പ്രസിദ്ധരാക്കി. ഇനി സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുമായിരിക്കും. അത് അങ്ങനെ മേടിച്ചുകൊണ്ട് പോട്ടെ. പക്ഷേ എന്നെ നിങ്ങൾ യേശുവിൻ്റെ ക്രൂശൊന്നും പോയി ചുമക്കാൻ വിളിച്ചിട്ടില്ല. നമ്മുടെ കുരിശ്. ഇനി പറഞ്ഞേ, നമ്മുടെ കുരിശ് ഏതാ? എൻ്റെ ബ്രദറേ, വീട്ടിലൊരു കാലമാടനുണ്ട്, അതാണ് കുരിശ്. അല്ല, രക്ഷിക്കപ്പെടാത്ത ഭർത്താവൊന്നും നിങ്ങളുടെ കുരിശല്ല കേട്ടോ, അല്ലേ? നമ്മുടെ കുരിശ് എന്തുവാ? പലപ്പോഴും നിങ്ങളതിന് പല വ്യാഖ്യാനവും പറയും. പക്ഷേ can I tell you, ഒരു ഭക്തൻ പറഞ്ഞൊരു വ്യാഖ്യാനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ക്രോസ് ഈസ് വെയർ യുവർ വിൽ ആൻഡ് ഗോഡ്സ് വിൽ ക്രോസ്. എന്താണ്? എനിക്ക് എന്നെക്കുറിച്ചൊരു ഹിതമുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റേതായ ചില ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ അതങ്ങോട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ദൈവം പറഞ്ഞ്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീന്നല്ലേ നീ ഇന്ന് കേട്ടത്. അപ്പോൾ ഈ കാര്യത്തിൽ എൻ്റെ ഹിതം അത് പൂർണ്ണതയുള്ളതാണ്, പ്രസാദകരമാണ്, നല്ലതാണ്. അത് ചെയ്യും. അയ്യോ, ഞാൻ പക്ഷേ ഇത് ചെയ്യാൻ അങ്ങ് ആഗ്രഹിച്ച് എൻ്റെ ഉള്ളം, എൻ്റെ ജഡം പറയുന്ന അതാ ചെയ്യേണ്ടിയെന്ന്. അപ്പോഴും ദൈവാത്മാവ് പറയും, അത് നിൻ്റെ ഹിതമല്ലേ, നീ എന്താ പ്രാർത്ഥിച്ചത്? ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണതാ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ദൈവഹിതം, ചെയ്. അപ്പോഴെന്തായി? പ്രശ്നമായി. എന്താ പ്രശ്നം? നിങ്ങളുടെ ഹിതവും ദൈവഹിതവും ഇപ്പം ക്രോസ്. ഇതാണ് കുരിശ്. മനസ്സിലായോ? നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് ഡിസിഷൻസ്. ശരിയല്ലേ? രാവിലെ തൊട്ടേ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ പലപ്പോഴും എന്തിനെ പറ്റിയാണ്? സൗകര്യമാരെ നിങ്ങൾ രാവിലെ പുട്ടുണ്ടാക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ എന്നുള്ളൊരു വലിയ തീരുമാനമാണ്. അത് ശരിയാണ്, എനിക്കറിയാം. പക്ഷെ അതല്ല, അല്ലാതെ ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ചിലരെ കണ്ടാൽ കൈ കൊടുക്കണമെന്നുള്ളൊരു തീരുമാനമല്ലേ? ചിലരെ കടമ്പോൾ ഒന്ന് ഒഴിഞ്ഞു പോയാലോ, ആണ്ട് വരുന്നു കുരിശ് എന്ന് പറഞ്ഞോട്ട് മാറിപ്പോയാലോ, അല്ലേ? ഇതൊക്കെ തീരുമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഈ തീരുമാനങ്ങളൊക്കെ വരും. ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കേ, അങ്ങോട്ട് പോകുമ്പം എന്താണ്? പുറകിലൊരുത്തൻ ചുമ്മാ ഹോൺ അടിക്കുന്നു.
അപ്പം നിങ്ങളുടെ പെട്ടെന്നൊരു തീരുമാനം എന്താണ്? എങ്കിൽ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ചവിട്ടി അങ്ങ് വിടുന്നു, അതൊരു തീരുമാനമാണ്. പക്ഷേ ദൈവഹിതം എന്തായിരുന്നു? ദൈവത്തിൻ്റെ നല്ല ഹിതം എന്തായിരുന്നു? ദൈവത്തിൻ്റെ പൂർണ്ണത ഹിതം നിങ്ങൾ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായിരുന്നു? ഒന്ന് ഒതുക്കിയിട്ട്, പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഓർമ്മയുണ്ടല്ലോ, കൈ വെളിയിലോട്ടിട്ടിട്ട്, ഇപ്പോഴതൊന്നുമില്ല. ഇതായിരുന്നു ദൈവഹിതം. അതായത് നിങ്ങൾക്ക് മുമ്പിൽ പോകണോ? അല്ല, മുമ്പന്മാർ പിമ്പന്മാരാവും, അവൻ പൊയ്ക്കോട്ടെ അല്ലേ. പിന്നെ അവൻ പോകുമ്പോൾ ഉടനെ എന്തൊരു കമൻറ്റ്, ആണ്ടാ വായുഗുളിക വാങ്ങിക്കാൻ പോകുന്നു, തീർന്നു, ആ കയറ്റി വിട്ടതിൻ്റെ അനുഗ്രഹം പോയി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതൊക്കെയാണ് ആ വായുഗുളി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണോ പറയണ്ടേ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? പറ്റിയില്ല, വിട്ടുപോയി അല്ലേ. അത് പിടിച്ചു നിന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പോയി അല്ലേ. ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ. ആ തീരുമാനം ദൈവഹിതം അത് പറയണോ പറയണ്ടേ എന്നുള്ളതായിരുന്നു ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിയാൽ എത്ര പ്രാവശ്യം പറയണ്ടാത്തത് പറഞ്ഞതും ചേരുന്നാടത്ത് ചെയ്തതും അല്ലേ ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ. ഈ 2026 നമുക്കൊരു തീരുമാനം എടുക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന, കർത്താവേ ഇന്ന് പകൽ എന്നെക്കുറിച്ചുള്ള ദൈവഹിത എന്താ? ആ ദൈവഹിത പ്രകാരമുള്ള വാക്ക് മാത്രം എൻ്റെ വായിൽ വരട്ടെ, ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി മാത്രം ഞാൻ ചെയ്യട്ടെ, ദൈവഹിത പ്രകാരമുള്ളിടത്തേക്ക് മാത്രം ഞാൻ പോകട്ടെ, ദൈവഹിത പ്രകാരമുള്ളത് മാത്രം ഞാൻ ചെയ്യട്ടെ കർത്താവേ, അല്ലാത്തത് വേണ്ടപ്പാ അല്ലേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ദിവസം തുടങ്ങിക്കേ. തീർച്ചയായിട്ടും ഒന്ന് പകൽ ദൈവഹിതമല്ലാത്ത നിങ്ങളുടെ ഹിതം ഈ ക്രോസ് നിങ്ങൾ അനുഭവിക്കും. പക്ഷെ അവിടെയാണ് എന്താണ് ആ ക്രൂശ് എന്ത് ചെയ്യണം? ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേദനയാണ് കാണിക്കുന്നത്, ശരിയല്ലേ? ഇറ്റ് ടോക്സ് അബൌട്ട് പെയിൻ. യേശുവിൻ്റെ ക്രൂശ് വളരെ പെയിൻഫുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഇതേപോലെ ക്രൂശ് എടുക്കുമ്പം അത് വേദനിക്കും. രണ്ട്, ആ ക്രൂശിൽ അടുത്തതുള്ളത് ഈ വല്ലാത്തൊരു എന്താണ് ഒരു തിരസ്കരണം, ഒരു എന്താ തള്ളിക്കളയുക, നമ്മളെ ചിലർ ഒഴിവാക്കും, ഈ പറഞ്ഞ പോലെ നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും. ഇതെല്ലാം ക്രൂശൻ, കാരണം യേശു ഇതെല്ലാം അനുഭവിച്ചു. ചിലരെന്ത് ചെയ്ത് മുഖത്ത് കാർക്കിച്ച് തുപ്പി, താടി രോമം പിടിച്ച് വലിച്ചു, മുഷ്ടി ചുരുട്ടി ഇടിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുറിച്ചു, കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. എന്നിട്ടും താഴെ നിന്നുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുക, വെല്ലുവിളിക്കുക. എല്ലാം കഴിഞ്ഞ് അർത്ഥപ്രാണനായിട്ട് കിടക്കുമ്പം അവിടെയും ഒരു വശത്ത് കിടക്കുന്നവൻ എന്ത് ചെയ്യുക? അപ്പോഴും എന്ത് ചെയ്യുക? ആ വെല്ലുവിളിക്കുക. ഇതുപോലെ ക്രൂശെന്ന് പറഞ്ഞാൽ ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ക്രൂശിൽ ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് ഒറ്റപ്പെടലുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ ക്രൂശിൽ അവസാനം എന്താണെന്നറിയാമോ? മരിക്കും. അങ്ങനെ മരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ മരിക്കാന്ന് ഒറ്റയടിക്ക് ഇലക്ട്രിക് ചെയർ ഇരുത്തി ഒറ്റ സ്വിച്ചിടുമ്പോൾ മരിച്ചിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. അത് ചിലപ്പോൾ ഇഞ്ചിഞ്ചായിട്ടായിരിക്കും മരിക്കുന്നത്. അനുദിനം ഒരു മരണമുണ്ട് പ്രിയപ്പെട്ടു. പക്ഷേ ആ മരണം നമ്മളെ ജീവനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അടുത്തത്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. കണ്ടോ, നമ്മൾ ജീവനെ കണ്ടെത്താനാണ് ഈ കിടന്ന് പാടുപെടുന്നത്. ഇനി അഥവാ ആരെങ്കിലും കണ്ടെത്തിയെങ്കിൽ അവിടെ ബൈബിൾ പറയുക കളയും. ജീവനെ കണ്ടെത്തിയവരെയൊക്കെ ഒന്ന് കൈവോക്കിക്കേ. ഇവിടെ പറയുന്നത് കണ്ടെത്തിയെങ്കിൽ കളയുമെന്ന്. അടുത്തത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ജീവനെ കളയണമെന്ന് തന്നെയാണ്. പക്ഷെ ആര് നിമിത്തം? യേശു നിമിത്തം, അല്ലെങ്കിൽ വേറൊരു പത്തായിട്ട് വരുമ്പോൾ സുവിശേഷം നിമിത്തം. കളഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കണ്ടെത്തും അല്ലെങ്കിൽ നേടും. സോ ഡു യു വോണ്ട് ടു ഫൈൻഡ് യുവർ ലൈഫ് ഓർ ഡു യു വോണ്ട് ടു ലൂസ് യുവർ ലൈഫ്? ഇഫ് യു വിൽഫുള്ളി ലൂസ് ഇറ്റ്, ഗ്ലാഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ അത് വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാലോ എവിടെയെങ്കിലും വെച്ച് അത് കൈവിട്ടു പോവും, കളയും, നഷ്ടപ്പെടും. അടുത്തായവ ഇത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതാരും പഠിപ്പിച്ചതല്ല, യേശു പഠിപ്പിച്ചതാണ്. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം മറക്കരുത്. ഒരു കാര്യം കൂടെ, പിന്നെ താഴോട്ട് മത്തായിലും മർക്കോസിലും ലൂക്കോസിലും എല്ലാം ഇത് തന്നെയുണ്ട്. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-35 വായിച്ചാട്ട്. മർക്കോസ് 8:34
പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്. അടുത്തത് അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, നേരത്തെ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞു, ഇപ്പം പറയാ തന്നെത്താൻ ത്യജിക്കണം. യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. അവിടെയാണ് അടുത്ത പ്രശ്നം. നമുക്ക് നമ്മളെ ത്യജിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. എനിക്ക് സ്നേഹം എന്നോട് മാത്രമേ ഉള്ളൂ. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം പൗലോസ് പറയുന്നത് തിമോത്തിയോസിനോട്, അന്ത്യകാലത്ത് എന്താണ്? മനുഷ്യർ സ്വസ്നേഹികൾ. പീപ്പിൾ വിൽ ബി ലവേഴ്സ് ഓഫ് ദെംസെൽസ്. അവർക്ക് ഒരാളോടെ സ്നേഹമുള്ളൂ. ആരാ? ഞാൻ മാത്രം. എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. കുഞ്ഞണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, എനിക്ക് എന്നോടേ സ്നേഹമുള്ളൂ, എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് വേണ്ടേ? എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കാൻ ഒരു ജീവിതം പോരാ. ഒരു ജീവിതം പോരാ എനിക്ക് എന്നെ തന്നെ സ്നേഹിച്ച് തീരാൻ. പിന്നല്ലേ നിങ്ങളെ സ്നേഹിക്കുന്നത്? ഇത് ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ കണക്കാണ്. നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? കൈപൊക്കിക്കേ. കള്ളം പറയരുത്, പങ്കാളി അടുത്തിരിപ്പുണ്ട്. വീട്ടിൽ ചെന്ന് ചോദിക്കും, എന്തോടി നീ അവിടെ വെച്ച് കൈപൊക്കിയത്? അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ അപ്പനമ്മമാർ മക്കളെ തങ്ങളെക്കാട്ടിലും സ്നേഹിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്ന് പറയണ്ട. ഇപ്പോൾ അത്രയില്ല. ഈവൻ ദ പേരൻസ് ആർ വെരി സെൽഫിഷ് നൗ ഡേയ്സ്. സ്വന്തം കുഞ്ഞുങ്ങളെ, പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എത്ര അമ്മമാരെ ഇപ്പം ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ആ ഒരു ദുഷ്ടത പെരുകി വരുന്നു. സ്വാർത്ഥത അല്ലേ? സെൽഫ് സെൻറ്റേർഡ്നെസ് ധാരാളം കാണുന്നു. ശരി, ആ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം വെച്ച് തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കേട്ടോ, അവിടെ ഒരു വാക്ക് പറഞ്ഞു, എന്താണ്? നിന്നെ തന്നെ ത്യജിച്ചെങ്കിലേ നിനക്ക് ക്രൂശ് എടുക്കാൻ പറ്റൂ. അവിടെ ടേക്ക് അപ്പ് ഹിസ് ക്രോസ് എന്നാ, നോട്ട് ജീസസ് ക്രോസ്, അല്ലേ? തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇനി ലൂക്കോസ് 14:26-27 വായിച്ചാട്ട്. ലൂക്ക് 14:26-27. ലൂക്കോസ് 14:26-27. എൻ്റെ അടുക്കൽ വരികയും. നിങ്ങളെല്ലാവരും ബൈബിൾ തുറക്കുന്നതും വായിക്കുന്നതും നോട്ട് എഴുതുന്നതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം. അതിൻ്റെ അർത്ഥം ആരും സിനിമാ തിയേറ്ററിൽ നോട്ട് പുസ്തകവും പേനയും കൊണ്ട് പോകാറില്ല. പക്ഷെ ഇവിടെ വരുന്നവരെല്ലാം ഈ പറഞ്ഞ ബൈബിൾ നോട്ട് പുസ്തകവും പേനയൊക്കെ ആയിട്ട് വരുന്നതിൽ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അടുത്തത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു. അടുത്തത്, നേരത്തെ ഡിനൈ എന്നേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ എന്താ പറയുന്നത്? ഹെയ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പകയ്ക്കുക. അതൊരു റോങ് വേർഡാണെന്ന് തോന്നുന്നു. അതൊരു കൺഫ്യൂസിങ് വേർഡാണ്. അങ്ങനെ പറയുമോ? ആരെയൊക്കെയാണ് പകയ്ക്കേണ്ടത്? ഇതൊന്ന് പുൽപ്പറ്റിയിൽ നിന്ന് പറഞ്ഞു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ആരെയൊക്കെയാ? അപ്പനെയും അമ്മയും. അടുത്തത് ഭാര്യയും മക്കളെയും. അടുത്തത് സഹോദരനെയും സഹോദരിയും. പിന്നെ സ്വന്തം ജീവനെയും. അത് പറ്റത്തില്ല. എന്നെ ത്യജിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നെ പകയ്ക്കുന്ന പ്രശ്നമില്ല. ബാക്കി എല്ലാവരെയും വേണേൽ ഞാൻ പാസ്റ്റർ പറഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്യേക്കാം? എല്ലാവരെയും അങ്ങ് പകച്ചേക്കാം. എന്നെ പകയ്ക്കാം. അത് നോക്കണം, എന്ത് തന്ത്രപൂർവ്വം ദൈവം അത് അവസാനമാണ് പറഞ്ഞത് തൻ്റെ എന്നുള്ളത്, അല്ലേ? വൈസ്ലി അല്ലേ? അത് വളരെ ജ്ഞാനത്തോടെയാണ് ദൈവം പറഞ്ഞപ്പം. എന്താണ്? ആദ്യം അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ. അതിനകത്ത് ഒരാളില്ല കേട്ടോ. ആരാന്നറിയാമല്ലോ? ഭർത്താവിന്. അത് സ്പെല്ലിങ് എന്തോ, അത് എഡിറ്റ് ചെയ്തപ്പം പോയതൊന്നും അല്ല കേട്ടോ. ഒറിജിനലി ആദ്യമേ അങ്ങനെ തന്നെ ആയിരുന്നു, അല്ലേ? അതിനകത്ത് അതൊന്ന് ഭർത്താവിനെ കൂടെ ഒന്ന് കളയാനൊരു വാക്യം കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങൾ വേദവസം മൊത്തം തപ്പിയിട്ടും ആ വാക്യം ഇതുവരെ കിട്ടിയില്ല, അല്ലേ? ഇനി കിട്ടാനും പോകുന്നില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഭർത്താവിനെ എന്താണ്? സ്വന്തം ജീവനെ. നിൽക്കട്ടെ, ഭർത്താവ് കഴിയട്ടെ ആദ്യം, ഓടിപ്പോവല്ലേ? ഭർത്താവിനെ പകയ്ക്കാൻ വചനമില്ല. എത്ര പേര് ആമേൻ പറയും? ഭർത്താവ് കുടിയനായിരിക്കാം, ഭർത്താവിന് പല ദോഷങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, ഭർത്താവ് ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആളായിരിക്കാം. പക്ഷേ അയാളെ പകയ്ക്കാൻ, സൗകര്യമാരെ ഞാൻ വീണ്ടും പറയാം, പകയ്ക്കാൻ വകുപ്പില്ല, അല്ലേ? അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഒരു മിസ്റ്റേക്കല്ല, ദൈവത്തിന് പറ്റിയ തെറ്റല്ല, അത് ദൈവം അങ്ങനെ അനുവദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ വേറെ ആരുടെ കൈ കൊണ്ട് കൊടുത്താലും ശരിയാവത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ കുരിശിനെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് തന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? തൻ്റെ കുരിശെടുത്ത് ഈ കർത്താവിനെ
അനുഗമിക്കണം. ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇത് നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, ബ്രദറെ ഇതൊക്കെ കൊള്ളാൻ പറയാൻ, ഞാനല്ലേ 36 വർഷമായി ഇതുവരെ അയാൾ. എന്നോട് പലരും പറയാറുണ്ട്, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞു, എന്താ ആ കാലമാടനെ ഞാൻ ഒന്ന് പിടിച്ചിരുത്താം. പാസ്റ്റർ ചിലപ്പം പറഞ്ഞ അയാളെങ്കിൽ രക്ഷപ്പെടും. ദൈവം തൊടാതെ ആരും രക്ഷപ്പെടത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ ദൈവം തൊടാത്തതിന് 2 കാരണം. ഒന്ന്, നിങ്ങൾ എവിടെയോ ഒരു പക വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലല്ല അവിടെ പെരുമാറുന്നത്, അതാ ഒന്ന്. 2, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ഈ സത്യം പ്രകാശിക്കാതിരിക്കാവണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു ഈ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. അതെങ്ങനെ തുറക്കാൻ പറ്റൂ? അത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ. ഒരു പോരാട്ടം ഉണ്ടെന്നുള്ളത് ഓർക്കണം. ഇന്നു മുതൽ നിങ്ങൾ ആരും ആശ കൈവടയേണ്ട, ആരും ഇപ്പോൾ നിരാശപ്പെടണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തെ കഴിയാത്തതില്ല. പക്ഷേ പ്രാർത്ഥിക്കുക മാത്രമല്ല, സഹോദരിമാരെ, നിങ്ങളെപ്പറ്റി ഒരു വാക്യം കൂടെ അപ്പോസ്തലൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട് അവനും നിങ്ങളുടെ കൂടെ അടുത്ത ആഴ്ച വേദോസം എടുത്തുകൊണ്ട് ഞാനും വരുന്നടി എന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് നിങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അയാൾ വരത്തില്ല. അയാൾ നല്ല നടപ്പ് കാണണം. ആരുടെ? നിങ്ങളുടെ നല്ല നടപ്പ്. വീട്ടിലെ നടപ്പ് കണ്ടിട്ട് വേണം കർത്താവിനോട് ചേർന്ന് വരാൻ പ്രിയപ്പെട്ടവർ. ഇതൊക്കെ ഇങ്ങനെ ആരും പച്ചയ്ക്ക് പറയത്തില്ലായിരിക്കും, അങ്ങ് പറയുക. കാരണം സത്യം നമ്മൾ പറയണമല്ലോ. അല്ല, ഇന്നോട് ഒത്തിരി പേരോട് പറയണം, പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും അയാൾക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ മനസ്സിൽ പറയും, നിങ്ങൾക്കും മാറ്റവും ഇല്ല. അതല്ലേ പ്രശ്നം, അല്ലേ? നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ അയാൾ മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങൾക്ക് മാറ്റം വരണം എന്ന് നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിക്കും. ലോർഡ്, വേർ ഈസ് ഇറ്റ് ഐ നീഡ് ടു ചേഞ്ച്? എൻ്റെ ജീവിതത്തിൽ എവിടെയാ മാറ്റം വരേണ്ടത്? ഒരു കഥ പറയാൻ എൻ്റെ മനസ്സിൽ വരും. ഞാൻ പണ്ട് വായിച്ച ഒരു സത്യമായ കഥയാണ്. അമേരിക്കയിലൊരു സൈനികനുണ്ടായിരുന്നു, പട്ടാളക്കാരൻ. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികളായിരുന്നു. ഇദ്ദേഹത്തെ അന്നത്തെ കാലത്ത് ഏതോ ഒരു രാജ്യത്തിൽ യുദ്ധത്തിന് അയച്ചു. അന്ന് അമേരിക്ക പല രാജ്യങ്ങളിലും അവരുടെ ബേസ് ഉള്ളപ്പോൾ ഇദ്ദേഹത്തെ ജപ്പാനിലായിരുന്നു, ജപ്പാനിൽ അയച്ചു പോലും. ജപ്പാനിലോ കൊറിയയിലോ, ജപ്പാനിലോ. ഇദ്ദേഹം കുറേ വർഷം അവിടെയായിരുന്നു. അപ്പോൾ ഈ ഭാര്യ എന്നും എല്ലാ ആഴ്ചയും ഒരെഴുത്ത് പോസ്റ്റ് ചെയ്യും. അയാൾ ക്യാമ്പിൽ നിന്ന് ഒരെഴുത്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഈ എഴുത്തുകൾ വരുമ്പോഴാണ് രണ്ടുപേർക്കും ഒരു സന്തോഷം. മക്കളുടെ കാര്യമൊക്കെ മക്കളൊക്കെ എൻ്റെ അടിയിൽ പപ്പാ ലവ് യു എന്നൊക്കെ എഴുതും. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ എഴുത്തിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു. ആഴ്ചയിൽ 1 വന്നുകൊണ്ടിരുന്നത് 2 ആഴ്ചയിലൊരിക്കലായി, പിന്നെ മാസത്തിലൊരിക്കലായി. അപ്പോഴേക്കും ഇവർ എന്തു പറ്റി, കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ എഴുത്ത്, ഈ മാസം ഒരെഴുത്താണ് വന്നത്, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞു. അത്ര വലിയ റെസ്പോൺസൊന്നുമില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എഴുത്ത് വരാതായി. പക്ഷേ പണം കൃത്യമായിട്ടും വരും. എഴുത്ത് വരാതായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് സംശയമായി, ഇയാൾ എന്തു പറ്റി. അവസാനം അവിടെയുള്ള ആർക്കോ ഇവളൊരു ഏതോ വഴി ഒന്ന് തിരക്കി, എൻ്റെ ഭർത്താവിന് എന്തു പറ്റി, എനിക്ക് സ്ഥിരമായിട്ട് എഴുത്ത് വരുന്നില്ല. അപ്പോഴാണ് ആരോ ഒരു സത്യം പറഞ്ഞു. പുള്ളിക്ക് ഇവിടെ ചെറിയൊരു ചുറ്റിക്കളിയും സെറ്റപ്പൊക്കെ ആയി, അതായിരിക്കും. അപ്പം പിടി കിട്ടി. പക്ഷേ കൃത്യം ഇവൻ്റെ ശമ്പളത്തിൻ്റെ ഒരു പാർട്ട് ഇവളുടെ അക്കൗണ്ടിലോട്ട് വരും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. എഴുത്തില്ല, ബന്ധങ്ങൾ അറ്റുപോയി. പിന്നെ ഒരു ബന്ധമില്ല, വർഷങ്ങളായി. കുറേ നാൾ കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ അവിടെ വെച്ച് മരിച്ചുപോയി. അവിടെ അയാളെ അങ്ങ് അടക്കി കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൽ നിന്ന് ഭാര്യയ്ക്ക് അറിയിപ്പോ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, ഇവിടെ വെച്ച് അടക്കുകയാണ്. ശരി. അപ്പോഴുള്ള ആരടക്കി, എവിടെ അടക്കി നോക്കിയപ്പം അവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ സെറ്റപ്പിൽ അടക്കം നടന്നു. അതിൽ 2 മക്കളും ഉണ്ടായി. കുറേ നാൾ കഴിഞ്ഞപ്പം ഈ 2ാം ഭാര്യയെന്ന് പറയാൻ പറ്റത്തില്ല, ഈ 2ാമത്തെ ആൾ ഏതോ വകയിൽ ഈ ഭാര്യയെ ബന്ധപ്പെട്ടു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നടത്ത് എൻ്റെ പേര് ഇതാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവർക്ക് അമേരിക്ക വരാനൊരു അവസരം ഏതോ വഴി വന്നിരിക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇന്ന ദിവസം വരികയാണ്. ഞങ്ങൾക്ക് അമേരിക്കയിൽ ആരെയും അറിയത്തില്ല, ഞങ്ങൾക്ക് ആ കൂടെ അറിയാവുന്ന ഒരാൾ നിങ്ങളാണ്, നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടി. ഞാനത് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇന്ന ദിവസം വരുമ്പം ഞങ്ങളെ ഒന്ന് താമസിപ്പിച്ച് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക. എൻ്റെ ചോദ്യം അങ്ങനെ എഴുത്ത് നിങ്ങൾക്കെങ്ങാണോ അയച്ചെങ്ങിരിക്കും. പക്ഷേ ഈ സഹോദരി, ഈ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാമല്ലോ,
വർഷങ്ങളായിട്ടുള്ള ഈ വേദനയൊക്കെ കൊണ്ട് നടന്നു. പക്ഷേ ഈ സഹോദരി രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, ആത്മാർത്ഥമായിട്ട് വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങി. ഇവളുടെ ഉള്ളിൽ ഒത്തിരി മാറ്റം ദൈവം കൊടുത്തു. ഇവൾ ഈ എഴുത്ത് കിട്ടിയപ്പോൾ ഇവൾ ആദ്യം ദുഷ്ടത്തി എത്ര ഹൗ ഡെയർ അവൾ എന്നോട് പറയുന്നു പോയി സഹായിക്കാൻ, വരട്ട് എന്നുള്ള മട്ടിയിരിക്കുക. പക്ഷേ എന്ത് ചെയ്യുന്നറിയാമോ, അവളത് വെച്ച് പ്രാർത്ഥിച്ചു. അവളുടെ ചർച്ചിൽ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അയാൾ കൈ ഒഴിഞ്ഞു. ഇവൾ പ്രാർത്ഥിച്ചു, ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചു. അത് ഞാൻ അടുത്ത വാക്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾ എയർപോർട്ടിൽ ചെന്നു. ആ ദിവസം ഫ്ലൈറ്റ് വന്നു, ഇറങ്ങി, വാതിൽ തുറന്നു, ആൾക്കാരിങ്ങനെ വരിവരിയായിട്ട് ഇറങ്ങി വരിക. അന്നത്തെ കാലത്ത് ഈ കൊച്ചു പ്ലെയിനല്ല, അടുത്ത് നിന്ന് കുറച്ചടുത്തൊക്കെ നിന്ന് കാണാം. പെട്ടെന്ന് ഒരു ജപ്പാൻകാരി, അറിയാമല്ലോ, കണ്ടപ്പം പിടികിട്ടി, ഇറങ്ങി വരുന്നൊരു തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങി വരുന്നു. വരുന്നു. അപ്പോഴത്തേക്കും നെഞ്ചിടിക്കാൻ തുടങ്ങി. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞ അഡ്രിനാലിൻ പമ്പ് ചെയ്യാൻ തുടങ്ങി ഫാസ്റ്റായിട്ട്. ദുഷ്ടത്തി വരട്ടെ. പക്ഷേ തൊട്ട് പുറേ 2 ചുണക്കുട്ടന്മാർ കുട്ടികൾ ഇറങ്ങി വരുന്നു. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പം തൻ്റെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ 2 പിള്ളേർ. അടുത്തത് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അപ്പോഴും ചോയ്സ് സഹോദരിയുടെ മനസ്സിൽ, ഞാൻ ചെല്ലണോ അതോ കണ്ടു ഇനി വേണമെങ്കിൽ പതുക്കെ വലിഞ്ഞാലോ ഇവിടെ നിന്ന് അല്ല. ആ ഭർത്താവിൻ്റെ മുഖമുള്ള 2 കുട്ടികളെ കണ്ടപ്പം തനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്ന 2 കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടുകൊണ്ട് ആ സ്ത്രീ വരണ്ട് നിൽക്കുക. അവർക്കിതെങ്ങനെ കാണണമെന്നറിയത്തില്ല. പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കി. അവർ ദയനീയമായിട്ട് എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് ചെന്ന് അവരെയും കെട്ടിപ്പിടിച്ചു, വീട്ടിലോട്ട് കൊണ്ടുപോയി അവരെ കൂടെ താമസിപ്പിച്ചു. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തു. ഈ കുട്ടികളെ തൻ്റെ മക്കളായിട്ട് അങ്ങ് സ്വീകരിച്ചു, ഏറ്റെടുത്തു. കഥ പറഞ്ഞു വിടാൻ നല്ല എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വിട്ടേരെ. പക്ഷെ എൻ്റെ ചോദ്യം, ഇറ്റ് ഈസ് സോ ഈസി ടു പ്രീച്ച്, ഇറ്റ് ഈസ് സോ ഈസി ടു ഹിയർ എ പ്രീച്ചിങ് ഓൺ ഫോർഗീവ്നെസ്. പക്ഷേ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വാസ്തവമായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് പോയിട്ട് വേറെ താമസിച്ച് 2 മക്കളൊന്നും ഉണ്ടായി കാണത്തില്ല, എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അദ്ദേഹത്തിന് നിത്യത നഷ്ടപ്പെടരുത്. അതെങ്കിലും പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കണം. ശരി, ഞാൻ പറയാനിരുന്നേ അല്ല, എന്തിനാണ് എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. ശരി, അടുത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, എന്നിട്ട് കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പം അപ്പൻ, അമ്മ, മക്കൾ, ഭാര്യ, സഹോദരൻ, സഹോദരി, തൻ്റെ സ്വന്തം ജീവൻ, ഇതിനെല്ലാവരുടെ ഹെയ്റ്റ് എന്നുള്ള പദം ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അവിടുത്തെ പദം ലവ് ലെസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തെക്കാട്ടിലും ഇവരെ ആരെയും സ്നേഹിക്കരുതെന്നാണ്. ഇവരെയൊക്കെ സ്നേഹിക്കണം, അപ്പനെയും അമ്മയും ഭാര്യയും എല്ലാം സ്നേഹിക്കണം, മക്കളെയും എല്ലാം സ്നേഹിക്കണം. പക്ഷെ ദൈവത്തിന് മുകളിൽ ഇവരെ സ്നേഹിക്കരുത്, ദൈവത്തിന് താഴെ സ്നേഹിക്കാവൂ. അത്രയുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി എന്നെയും എങ്ങനെ സ്നേഹിക്കാവൂ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കഴിഞ്ഞേ ഞാനുള്ളൂ. എന്നോടുള്ള സ്നേഹവും ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുകളിൽ ഞാൻ എന്നെ സ്നേഹിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും എന്ത് കാര്യം മനസ്സിലായി? എന്തോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ഇൻ ഡൈയിങ് യു ലിവ്. മരിച്ചെങ്കിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. ജീവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരിക്കും, അല്ലേ? ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു രീതി. ഇനി ആലോചിച്ച് നോക്കിയേ, നമ്മളെ തന്നെ പകച്ച്, അല്ലെങ്കിൽ എന്നെ ദൈവത്തെക്കാട്ടിലും ഞാൻ എന്നെ സ്നേഹിക്കില്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കും, എൻ്റെ മക്കളാണ് പ്രത്യേകിച്ച്, പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തെക്കാട്ടിലും ഞാൻ സ്നേഹിക്കില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. താങ്ക് ഗോഡ് ഫോർ അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ ദയവായി, ഞാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ച മക്കളെക്കുറിച്ചും മാതാപിതാക്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അല്ലേ? പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ അത് വളരെ അനുഗ്രഹമാണ്, എന്നിട്ട് ബാക്കി കേൾക്കാൻ കാത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ ബാക്കി ദൈവത്തെക്കാട്ടിലും മക്കളെ സ്നേഹിക്കരുത്. നിങ്ങൾ ദൈവത്തെക്കാട്ടിലും മക്കളെ സ്നേഹിച്ച് വളർത്തി അവർക്കുള്ള എല്ലാം കൊടുത്തു, അല്ലേ? വളർത്തി കാര്യമൊക്കെ അവർ വലിയ സ്ഥാനത്തൊക്കെ പല രാജ്യങ്ങളിലൊക്കെ പോയി. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പം പലരുടെയും അവസ്ഥ
ഞാൻ തുറന്നു പറയുക. നിങ്ങൾ ദൈവത്തെക്കാട്ടിൽ സ്നേഹിച്ച മക്കൾ എന്തിയേ? അവർക്ക് നിങ്ങളുടെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരുടെ സാഹചര്യം അങ്ങനെ, അത്രയേ ഉള്ളൂ. അവർ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ മുറിയിലെല്ലാം CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ അഥവാ വല്ല വീണ് ചാവുകയാണെങ്കിൽ കണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാ അല്ലേ? നിങ്ങൾക്ക് വേലക്കാരനെ ആക്കി തന്നു, പട്ടിയും വാങ്ങിച്ചു തന്നു. പിന്നെന്താണ്? പിന്നെ ഇപ്പം ഓർഡർ ചെയ്ത് സാധനം എല്ലാം വീട്ടിൽ വരും. പിന്നെ വീട്ടിൽ വേറെ ആരെയും കയറ്റരുത്, കാരണം എന്തൊക്കെ അസുഖം കൊണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. വരുന്നവനൊന്നും മാസ്ക് വെച്ചുകൊണ്ട് വരത്തുമില്ല അല്ലേ? പിന്നെ ഒരിക്കൽ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ മാത്രം ഇവിടെ കയറ്റാമെന്ന് എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാണ് അവസ്ഥ, ഇതല്ലേ അവസ്ഥ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കൾ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകം നിൽക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു വാക്ക് പറയാം. ഒരു കാലത്ത് നിങ്ങളെക്കാട്ടിലും മക്കളെ സ്നേഹിച്ചു, ശരിയാ, അവരെ ദൈവം അനുഗ്രഹിച്ചു, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ വാർദ്ധക്യത്തിലും ദയവായി നിങ്ങൾ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുക. ഇന്ന് കേട്ട ഒരു വചനം, പ്രത്യേകിച്ച് ആദ്യം കേട്ടൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ ചരണം എന്തായിരുന്നു? ഞാൻ ആശ്വാസത്തിനായി ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ ആരിലും ഞാൻ ആശ്വാസം കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആശ്വാസം എൻ്റെ ദൈവത്തിൽ നിന്ന് മാത്രം വരട്ടെ കർത്താവേ, ഞാൻ ആരിലും ഞാൻ ആശ്വാസം കാണുകയില്ല എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുക പ്രിയപ്പെട്ടവരെ. ഞാനിങ്ങനെ ഒത്തിരി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഞാൻ ആ ഒരൊറ്റ ഭാഗം വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ടും വളരെ വ്യക്തിപരമായിട്ടും നമ്മോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ. ആ പാട്ട് നമുക്കൊന്ന് പാടാമോ? ഈ കീബോർഡ് വായിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നാൽ കൊള്ളാം. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചത്. യേശു എൻ്റെ പക്ഷമായി തീരുമെന്നല്ല, തീരണമെന്നുമല്ല, തീർന്നു. അങ്ങനെ എൻ്റെ പക്ഷത്ത് യേശു ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇതുപോലെ സന്തോഷവും ആനന്ദവും വേറെയില്ല. ഞാൻ ഓർക്കുക ഭക്തന്മാരുടെ പാട്ടുകളുടെ ആ ഒരു അടുത്തത്, ഈ പാർത്തലത്തിൽ ഞാൻ എത്ര നാൾ ജീവിച്ചാലും എന്നും ഞാൻ ആരോഗ്യത്തോടെ ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളൊക്കെ വരും. പക്ഷെ അവിടെ എല്ലാം ഞാൻ എന്ത് ചെയ്യും? മോദത്തോടെ, സന്തോഷത്തോടെ, സമ്മോദത്തോടെ ഞാൻ പാർക്കും. പ്രാപിക്കൊണ്ടല്ല, പിറുവിറുത്തോണ്ടല്ല, ഞാൻ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് ഞാനായിരിക്കും. അടുത്തത്, ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പ്രാണനാഥ, എനിക്ക് ലോകം ഒരു ആശ്വാസമല്ല. ഇവിടേക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് തൻ്റെ ഈ ലോകം എനിക്ക് ആശ്വാസമൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതിനുള്ള സ്ഥലമെല്ലാം ഇറങ്ങിപ്പോയിക്കോണം. തുറന്നു പറയുക. കാര്യം ലോകം നമുക്കൊരാശ്വാസം അല്ലെന്നേ. നിങ്ങളല്ലേ പോയി പരീക്ഷിച്ചു നോക്ക്, പഠിച്ചോളൂ. ലോകം നമുക്ക് ആശ്വാസമല്ല. അടുത്തത്, നാൾതോറും എനിക്ക് ആശ്വാസമായി തീർന്നിടണേ. ആര്? എൻ്റെ പ്രാണനാഥ, നീ എനിക്ക് ആശ്വാസമായി തീർന്നിടണേ. അടുത്തത്, ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ യേശുവിനോട് ചേർന്നിരിക്കണമെങ്കിൽ ഞാൻ വേറൊരിടത്തുനിന്ന് വേർപെടണം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, വെറുക്കണം. അതായി ഹെയ്റ്റ് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. എന്താണ്? ഈ ലോകത്തോട് എനിക്കൊരു വെറുപ്പ് വരണം, അല്ലേ? ലോകത്തിനൊരു രീതിയുണ്ട്, ലോകത്തിനൊരു പാറ്റേണുണ്ട്, ലോകത്തിനൊരു ഫാഷനുണ്ട്, ലോകത്തിനൊരു ഒരു 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 സംസ്കാരമുണ്ട്. അത് എനിക്ക് പറ്റത്തില്ല. ഞാനത് വെറുത്ത് എൻ്റെ യേശുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസം. അടുത്തത്, എന്നുവരെ ചേർന്നിരിക്കണം? ഭാഗ്യകനാൻ, ഇവിടെ കണ്ണടഞ്ഞങ്ങ് പോകുന്നത് വരെയും ഞാൻ കാത്തിരിക്കണം. അടുത്തത്, ഈ ലോകരാക്ഷേപം, ലോകമല്ല ലോകരാക്ഷേപം ചൊല്ലിയാലും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം? ലോകർ നമ്മളെ ആക്ഷേപിക്കും. അടുത്തത്, ദുഷ്ടർ പരിഹാസം പറയും. പക്ഷേ എന്നാലും എന്തു ചെയ്യും? എൻ്റെ പ്രാണനാഥൻ പോയ ആ പാത മതി. ഇത് സത്യമായ അനുഭവങ്ങളാണ് ഓരോ ഭക്തന്മാർ എഴുതിയത്, പ്രിയപ്പെട്ടവർ. അടുത്തത്, വേഗം വരാമെന്നുരച്ച നാഥ. ഇത് കള്ളവാ. ആ എഴുതിയ ആൾ സത്യം എഴുതിയത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര്, പണ്ട് ഞങ്ങൾക്ക് ഒരു അമ്മാമ IPC താപോറി ഉണ്ടായിരുന്നു.
മാമ പ്രാർത്ഥിക്കാൻ പറയും. ആദ്യത്തെ പ്രാർത്ഥന മാമ അങ്ങോട്ട് മുട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു കസിനായിരുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ അങ്ങ് വരുമെന്ന് കാത്ത് ഞങ്ങൾ നോക്കിയിരുന്നു, അങ്ങ് വന്നില്ല. അതുകൊണ്ടൊരു വിശുദ്ധ പോൽക്കാലം കൂടെ ഞങ്ങൾക്ക് തന്നു. സത്യം. ആ മാമ ആത്മാർത്ഥമായിട്ട് ഇന്ന് എത്ര പാസ്റ്റർമാരെ ഭാര്യമാർ ഇങ്ങനെ പ്രാർത്ഥിക്കും. അവർ രണ്ടുപേരും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ അമ്മാമ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വേറെ ആരും അങ്ങനെ പ്രാർത്ഥിച്ച് കേട്ടിട്ടില്ല അല്ലേ? നീ വരുമെന്ന് കഴിഞ്ഞ ആഴ്ച നോക്കിയിരുന്നു, വന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? അങ്ങനെ ഇരുന്നാൽ ജീവിച്ചവരെ കുഴപ്പമുണ്ട്. നാളെ കർത്താവ് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ സർപ്രൈസ് ആയിരിക്കും. വന്നോ? ബൈബിളിലൊരു വാക്യമുണ്ട്, വന്നു പക്ഷെ ഞാൻ അങ്ങ് പോയുമില്ല. അങ്ങനെ വരരുത് പ്രിയപ്പെട്ടവരെ. ഓക്കെ, നോക്കി കണ്ണുകൾ മങ്ങിയിടുന്നു. എപ്പോ വരുമോ പ്രാണപ്രിയ നിന്നെ ഒന്ന് കാണാൻ? നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താ? മെൽബണിൽ നിന്ന് എൻ്റെ മോൻ എപ്പം വരും, ടൊറൻറ്റോയിൽ നിന്ന് എൻ്റെ മോളെപ്പം വരും അല്ലേ? ഇതാ നമ്മൾ നോക്കിയിരിക്കുന്നത്. അവസാനം മോൻ വരും. എവിടാ വരുന്നത്? ഫേസ് ടൈമിൽ വരും, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വരും. അത്രയേ ഉള്ളൂ. പക്ഷെ എൻ്റെ കർത്താവ് വീഡിയോ കോളിലല്ല വരുന്നത്. എൻ്റെ കർത്താവ് വാനമേഘങ്ങളിൽ വരും അല്ലേ? അടുത്ത വരി വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ് ആ ഭക്തൻ. ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ല എൻ്റെ പ്രാണനാഥ അല്ലേ? നാൾതോറും എനിക്ക് ആശ്വാസമായി തീർന്നിടുന്നേ. ഇന്ന് ഈ വചനം കേട്ടിട്ട്, ദൈവമേ, ഞാൻ ലോകത്തിലെങ്ങും ആശ്വാസം കണ്ടെത്താൻ, ലോക മനുഷ്യരിൽ എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിൽ അവരിൽ ഞാൻ ആശ്വാസം കണ്ടെത്താതെ എൻ്റെ പ്രാണനാഥനിൽ മാത്രം ആശ്വാസം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സമർപ്പിക്കാമോ? ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ, ആശ്വാസമായി തീർന്നിടണേ. ആശ്വാസമായി തീർന്നിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ലോകം വേറുത്തവരിശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വേറുത്തവരിശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകാരാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകാരാൻ ചേരും വരെ കാത്തിടണം. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി.
പക്ഷമായി ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശുവിൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എന്ത് മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ദൈവസന്നിധിയിൽ നമുക്ക് പറയാമോ, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. ആ ക്രൂശുമെടുത്ത് സകലരാലും നിന്ദിക്കപ്പെട്ട്, സകലരാലും പരിഹസിക്കപ്പെട്ട്, വേദനിച്ച് മുറിവേറ്റ്, ഹൃദയം നുറുങ്ങി താൻ ആ ക്രൂശുമെടുത്തുകൊണ്ട് ആ മലയിലേക്ക് കയറിപ്പോയത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ആ പ്രിയൻ്റെ പുറകെ പോകുമ്പോൾ ഈ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കും ഉണ്ടാവും. പക്ഷെ അവിടെയും നമുക്കും ആ പ്രാണപ്രിയൻ പോയ ആ പാദം മതി എന്ന് പറഞ്ഞ് എത്ര പേരൊന്ന് സമർപ്പിക്കും എന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് ആസ് എ മാർക്ക് ഓഫ് സറണ്ടർ, ആസ് എ മാർക്ക് ഓഫ് കോൺസിക്രേഷൻ, ഒരു സമർപ്പണമായിട്ട് ദൈവസന്നിധിയിലേക്ക് പറയുക. എൻ പ്രാണനാഥൻ പോയതായ കരങ്ങളെ ഉയർത്തി പറയാം ദൈവത്തോട്. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. കർത്താവേ, അങ്ങ് കടന്നുപോയ അതേ പാദം മതി കർത്താവേ. ക്രൂശില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. കഷ്ടതയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാതയിൽ അങ്ങയുടെ പുറകെ വരുവാൻ, ഞങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവേ ഞങ്ങളിതാ അങ്ങയുടെ പുറകെ വരട്ടെ. ഞങ്ങൾ അങ്ങേ വിട്ട് ഈ ക്രൂശ് വിട്ട് കളഞ്ഞിട്ട് ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ ലോകം തരുന്ന സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ചപ്പോൾ അതിലേക്ക് പോയത് അത് ബന്ധനമായിരുന്നപ്പാ. അങ്ങോട്ട് മടങ്ങി ഞങ്ങൾ ആ നുകത്തിൻ്റെ കീഴിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങയുടെ നുകത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ് സ്വാതന്ത്ര്യമപ്പാ. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു ഞങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ ഇനി കടന്ന അടിമനുഖത്തിൽ ഒരിക്കലും കുടുങ്ങിപ്പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് ഒരുമിച്ച് കർത്താവെ ഞങ്ങൾ തീരുമാനമെടുക്കുന്ന കർത്താവെ, ക്രിസ്തു തന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളിതാ കർത്താവെ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങൾ വരുന്ന കർത്താവെ, ക്രൂശ് സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാൻ, അങ്ങേക്കാട്ടിൽ ഞങ്ങൾ ലോകത്തിൽ ആരെയും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലും സ്നേഹിക്കുവാൻ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. കേട്ട വചനങ്ങൾ ഒഴിപോകാതെ അതെല്ലാം കരുതിക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ. പ്രാർത്ഥനയെ അതിനെയും കേട്ടിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.